ഹലോ ഗൈസ്, PH3 ഫാമിലിക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അനിയന്മാരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന്മാർ രണ്ട് ട്വിൻസ് ഇന്നാണ് ജനിച്ചത്. അപ്പം ഇവർ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ പോകുന്നില്ലെന്ന്. അപ്പം ഇന്ന് അവരെല്ലാം അമ്പലത്തിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള ശിവന്റെ ഒരു ടെമ്പിളിലാണ്. ഇപ്പം അവന് അംഗൻവാടി പോകണമെന്ന് പറഞ്ഞ് കരയുവാണ്. കാരണം ഇന്ന് അംഗൻവാടി ഇല്ലെന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുന്നില്ല. അവൻ പുതിയ ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ അംഗൻവാടി പോകണമെന്ന് പറഞ്ഞ് ബഹളമാണ്. ഇത് അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ എത്തി. അപ്പോൾ അനിയന്മാരായിട്ട് ഇനി അമ്പലത്തിൽ ഇന്നിപ്പോൾ ഉത്സവമാണ്. ശ്രീകണ്ഠേശ്വരാണ് അമ്പലം. ഇന്ന് കൊടി കയറിയതാണ്. അപ്പോൾ നല്ല ആളുണ്ട് അമ്പലത്തിലേക്ക് പോയപ്പോൾ. ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ചെന്ന് ദൈവത്തിനെ തൊഴുതിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്. ശ്രീകണ്ഠേശ്വരം അറിയാവുന്നവർക്കെല്ലാം അറിയാം. അതിൽ ഇറങ്ങാം, പെട്ടെന്ന് അകത്തേക്ക് കയറാം. കാരണം അവിടെ നല്ല ആൾത്തിരക്കുള്ളത് കൊണ്ട് ഫ്രണ്ട് വഴി കയറാതെ സൈഡ് വഴി കയറുവാണ്. അപ്പോൾ ഫ്രണ്ടിൽ തിരക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ബാക്ക് വഴി കയറിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അകത്തേക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ സമ്മതിക്കത്തില്ല. അപ്പോൾ വാതിക്ക വരെ നിന്ന് എടുക്കുന്നതായിരിക്കും നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയ ക്ലിപ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ആൾക്കാർ ഒത്തിരി നിൽപ്പുണ്ട്. എന്നാലും കുഞ്ഞുങ്ങളുമായിട്ട് അവരുടെ അച്ഛൻ കയറുവാണ്. അപ്പം ഞങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി തിരക്കുള്ളത് കൊണ്ട് ഇച്ചിരി ലേറ്റാണ് കയറിയത്. അപ്പം ഞങ്ങൾ ചെന്നിട്ട് എൻ്റെ അനിയന്മാർക്ക് വേണ്ടി ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഭയങ്കര തിരക്കായതുകൊണ്ട് വലുതായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. അച്ഛൻ അനിയന്മാരെ എടുത്തതുകൊണ്ട് അവന്മാർക്ക് നല്ല രീതിയിൽ ദർശനം കിട്ടിയിട്ടുണ്ട്. വെളിയിൽ ഇറങ്ങി വന്ന് അവിടെ നിർത്തിയിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് ഒരുപാട് എൻ്റെ അനിയന്മാർ നന്നായിട്ട് അവിടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാർ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് നമുക്ക് ദൈവത്തിനൊക്കെ നല്ല ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നപ്പം അനിയൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് നടക്കുകയാണേ. അപ്പം ഞങ്ങളിനി ഭസ്മവും ചന്ദനമൊക്കെ തൊടാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇത് ചന്ദനം ഇടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് ഇടാം. അവിടെ പ്രത്യേകിച്ച് പോറ്റിമാരൊന്നും തരാറില്ല, നമ്മൾ തന്നെ പോയി ഇടുവാണേ. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്കൊക്കെ ഇട്ട് തരുവാണ്. ഇപ്പോൾ അനിയന്മാരാണെങ്കിൽ അവിടെ മൊത്തം നോക്കി ചിലപ്പോൾ ഒക്കെ വെളിയിറങ്ങി ഓടാനൊക്കെ നോക്കിയായിരുന്നു. ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട് ക്യാമറയിൽ നോക്കി. അല്ല, എല്ലാവരെയും കണ്ടപ്പോൾ അവന്മാർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. വെറുതെ ശല്യപ്പെടുത്തിയില്ല, ഓടി ബഹളം വെച്ചില്ല. നല്ല കുട്ടികളായിട്ടിരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റി. കുറച്ച് നാളായി അമ്പലത്തിൽ പോയത്. ഇപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് ശ്രീകണ്ഠേശ്വരം ഒന്നാമത്തെ ഉത്സവമാണ്. ഇന്ന് കൊടികേറിയ ദിവസമാണ്. അതുകൊണ്ട് നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. ഇത്രയും ആൾത്തിരക്കുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ എന്നാലും നല്ല രീതിയിൽ ദർശനം ചെയ്യാൻ പറ്റി. അപ്പം അനിയന്മാർ നല്ല ഹാപ്പി. ഇപ്പം ഞങ്ങൾ കൃഷ്ണൻ്റെ അടുത്തേക്കാണ് കയറുന്നത്. ഇത് കൃഷ്ണൻ്റെ അമ്പലം, കൃഷ്ണൻ്റെ ആണ്. ഇവിടെ കുഞ്ഞ് ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട്, ഒരു ആലിൻ്റെ ചോട്ടി. വളരെ രസകരമാണ് കാണാൻ. എനിക്ക് തോന്നുന്നൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് വൈബ്സാണ് തോന്നുന്നത് നിങ്ങൾ പറയാം. ഇപ്പം ഞങ്ങൾ കൃഷ്ണൻ്റെ അടുത്തേക്ക് ആൽമരത്തിൽ നമ്മൾ ചുറ്റുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവന്മാർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവന്മാർ നല്ല സന്തോഷത്തിൽ അവിടെയൊക്കെ അടങ്ങി നല്ലൊരു കുട്ടീനെ പോലെ ഇരുന്നു. അപ്പം ഇനി ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് വെളിയിലേക്ക്. ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് അടുത്ത ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ അനിയന്മാർ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത ദൈവത്തിൻ്റെ അടുത്ത് പോവാവേ. അപ്പോൾ അവന്മാർ നടക്കുക നല്ല കുട്ടികളൊക്കെ ആയിട്ട്. വളരെ നല്ല കുട്ടികളായിട്ട് നടക്കുന്നുണ്ട്. സാധാരണ ഓടി നടക്കുകയും അതിലെല്ലാം ഓടി നടക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്തെന്നറിഞ്ഞൂടാ, ഇന്നൊരു പ്രശ്നം ഇല്ലാതെ അവന്മാർ നല്ല കാമായിട്ട് പോകുന്നുണ്ട്. അത് തന്നെ വലിയ അനുഗ്രഹമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് ബർത്ത്ഡേയും കൂടി ആയതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു അവന്മാർ. ഇപ്പം ഞങ്ങളത് മരത്തിൽ കൂടി ചുറ്റുവാണ്. ഞാൻ പേര് മറന്നു. ഇനി നമുക്ക് ഈ വരെയൊന്ന് റൗണ്ട് കറങ്ങിപ്പോയാൽ അടുത്ത ദൈവത്തിനെ കാണാൻ പറ്റും. അപ്പോൾ ഇച്ചിരി തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഡിലേ ആയിട്ട് നിന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് നമ്മൾ അടുത്ത ദൈവത്തിനെ അവിടെ ശരിക്കും എടുക്കാൻ പറ്റില്ല. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ എടുക്കാൻ പറ്റിയില്ല. നേരെ ഫ്രണ്ടിലോട്ട് ഇപ്പോൾ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ഫ്രണ്ട് വശത്തിലേക്ക് എത്തി. അവിടെ നമ്മൾ ശിവനും പാർവതിയുടെയും ഇതിൽ പ്രാർത്ഥിച്ചിട്ട് നന്ദിയുടെ അടുത്തും പ്രാർത്ഥിച്ചിട്ട് നേരെ ആല് കറങ്ങണം. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റും.
അപ്പം അവന്മാരിവിടെ പതിച്ച് ഞങ്ങൾ ഇനി അങ്ങോട്ട് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദൈവത്തിനെ അടുത്തത് ആല്. ഇനി ഇപ്പൊ അവന്മാർ നിൽക്കുന്നത് വഴിപാട് ചെയ്യുന്ന കൗണ്ടറിട്ടാണ്. ബർത്ത്ഡേക്ക് അല്ലേ, അപ്പം നമുക്കൊരു വഴിപാട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് വഴിപാട്. അച്ഛനാണ് അനിയന്മാർക്ക് വേണ്ടി വഴിപാട് ചെയ്യാൻ കൗണ്ടറിൽ നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ അവന്മാർ അവിടെയുള്ള വെള്ളത്തിലൊക്കെ ഓടിച്ചാടി കളിക്കുവാണേ. അപ്പൊ അവന്മാരോട് പറഞ്ഞു വെള്ളത്തിൽ കളിക്കല് പനി വരാം, എന്നാലും അവന്മാർ ഇറങ്ങി കളിക്കാൻ, കുഞ്ഞു കുട്ടികളല്ലേ, അങ്ങനെ അവന്മാർ കളിക്കും. കണ്ടല്ലോ, ഇപ്പൊ വെള്ളത്തിൽ കളിക്കുവാണ് അവന്മാര്. ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ പണ്ട് മണലായിരുന്നു, ഇപ്പൊ ഇവര് വീണ്ടും ടൈൽസ് ഒക്കെ ഇട്ട്. അനിയന്മാർക്കാണെങ്കിൽ മണലിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ കണ്ടപ്പോ പണ്ട് അമ്പലത്തിൽ പോകുമ്പോ അവിടുത്തെ മണലൊക്കെ എടുത്ത് മണലാക്കാൻ ഭയങ്കര രസമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇതപ്പോ ഇച്ചിരി വിഷമമാണ്. എന്നാലും നമ്മൾ ഇച്ചിരി സന്തോഷത്തിലാണ് അവിടെയൊക്കെ നടന്നത്. അനിയന്മാരാണെങ്കിൽ വീണ്ടും വീണ്ടും ഞാനവിടെ ഒരു സൈഡിൽ പിടിച്ചെടുത്തും, എന്നിട്ട് അവന്മാർ വെള്ളത്തിൽ കളിക്കാൻ പോകും, പിടിച്ചെടുത്തും വെള്ളത്തിൽ കളിക്കാൻ പോകും. കുറേ നേരം വന്നിട്ട് അച്ഛൻ വാങ്ങി വെള്ളത്തിൽ കളിക്കണം, എന്നാലും അവന്മാർ കളിക്കാൻ നിന്നു. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ചെരുപ്പിടാൻ പോകാൻ, എന്നാലും അവന്മാർ വെള്ളത്തിൽ കളിക്കുവാണ്. എന്നിട്ട് ഞാൻ പറയുവാ കുടു ചക്കുടു വെള്ളത്തിൽ കളിക്കല് വയ്യാകെ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം അച്ഛൻ വരും, അച്ഛൻ വന്നിട്ട് അവന്മാർ ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ അവന്മാർ അച്ഛൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് പോകാൻ വന്നിട്ടുണ്ട്. നമുക്ക് ചെരുപ്പിടാം, വീട്ടിൽ പോകാൻ അച്ഛൻ പറഞ്ഞു. അപ്പം അവന്മാർ ഓടിപ്പോവാണ് വീട്ടിൽ പോകാൻ വേണ്ടി. കേക്കുള്ളത് ഇപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയേ. നമ്മൾ കുറച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്ന വഴിയാണിത്. ഇത് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇവിടെ ദേവി ഫാർമസി എന്ന് പറഞ്ഞൊരു മെഡിക്കലിൻ്റെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞ് ഒരു 4ാമത്തെ വീടാണ് ഞങ്ങളത്. അപ്പം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ വീട്ടിൽ എത്തി. ഇപ്പോൾ കേക്ക് മുറിച്ച കേക്ക് മൊത്തം അവന്മാർ അവിടെ കേക്ക് മുറിക്കാനൊന്നും അവന്മാർ സമ്മതിച്ചില്ല. അവന്മാർ കേക്ക് കണ്ടപ്പോഴേ ക്രീം വാരി കഴിക്കാൻ തുടങ്ങി. പിന്നെ അച്ഛൻ അവരൊന്നും അവിടെ അമ്മ ഉണ്ടായിരുന്നു, അച്ഛൻ ഇല്ലായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു മുറിക്കാൻ. അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ ക്രീമും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ അവന്മാർ അത് മൊത്തത്തിൽ തന്നെ ഇരുന്ന് തിന്നു. ഞങ്ങൾക്കൊന്നുമില്ല. ചെറിയൊരു ബർത്ത്ഡേ ഒരു ഇതൊക്കെയുള്ളൂ. ഒരു കേക്ക് കൂടെ 2 കേക്ക് ഞങ്ങൾ മുറിച്ച്. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.